എൻ്റെ പേര് ടെസ്. ഞാനിവിടെ യൂണിവേഴ്സിറ്റി ഓഫ് ടൊറൻറ്റോയിലെ ഒരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്. ഞാനിവിടെ ടെസ്റ്റിംഗ് ഹലോ എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. അപ്പം അതിനകത്ത് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുക, നമ്മുടെ നാട്ടിൽ ഞാൻ കോളേജിൽ പഠിച്ചതും ഇവിടുത്തെ യൂണിവേഴ്സിറ്റി പഠിക്കുന്നത് തമ്മിൽ എനിക്ക് തോന്നിയ മെയിൻ ഡിഫറൻസ് എന്തൊക്കെയാണ്. ഓക്കെ, ഇന്ന് എനിക്ക് യൂണിവേഴ്സിറ്റി പോകേണ്ട ദിവസം. അപ്പം ഇന്ന് എനിക്ക് അവിടെ ഇന്റർ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു മീറ്റിംഗ്. ഓക്കെ, അതിനകത്ത് നമ്മൾ നഴ്സിംഗ് പഠിക്കുമ്പോൾ നഴ്സിങ്ങിനകത്ത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ ആരൊക്കെയാണ് ഉള്ളത്? ഡോക്ടർ, നഴ്സ്, ഓർത്തോ, ഫിസിയോ, സോഷ്യൽ വർക്കർ, അങ്ങനെ എല്ലാം, അതായത് ഇന്റർ പ്രൊഫഷണലായിട്ട് ആ ഹോസ്പിറ്റൽ റിലേറ്റഡ് എല്ലാവരും കൂടെ വർക്ക് ചെയ്യുന്നതിനകത്ത് ഉള്ളൊരു മീറ്റിംഗ്. അപ്പോൾ അതിൽ നമ്മൾ ഡിഫറെൻറ്റ് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട് നമുക്ക് നടത്തുന്നത്, അതിന് പോവാം. ഓക്കെ, എനിക്ക് ഫസ്റ്റ് തോന്നിയ ഡിഫറൻസ്, ഞാൻ നാട്ടിൽ നോട്ട്ബുക്ക് പ്രൊജക്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ ഞാൻ ലാപ്ടോപ്പിൽ ക്ലാസ്സിൽ പോകുമ്പം ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്യുകയോ അങ്ങനത്തെ പരിപാടിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒരു ട്രഡീഷണൽ ആയിട്ട് നോട്ട്ബുക്കിൽ ക്ലാസ്സിൽ നോട്ട് എടുക്കുകയോ അങ്ങനെ ചെയ്യുന്ന ഒരൊറ്റ മനുഷ്യനും എൻ്റെ ക്ലാസ്സിലില്ല. അപ്പം നോട്ട്ബുക്കിൽ എഴുതുന്നതിൽ നിന്ന് ലാപ്ടോപ്പോ അല്ലെ ഐപാഡോ യൂസ് ചെയ്ത് നോട്ട് എഴുതുക എന്നുള്ളതായിരുന്നു എനിക്ക് ഫസ്റ്റ് ഉണ്ടായ ഒരു ഹ്യൂജ് ഡിഫറൻസ്. സാധാരണ നമ്മൾ ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ എങ്ങനെയാണ് പോകാറ്? ഒരു നോട്ട്ബുക്ക്, ആ നോട്ട്ബുക്കിൻ്റെ നമുക്ക് എല്ലാ പേജിലും ആ ദിവസം നമ്മൾ എന്തൊക്കെയാണോ പഠിപ്പിക്കുന്നത് അത് മൊത്തം എഴുതാൻ പറ്റുന്നവരല്ലേ നമ്മൾ ഫസ്റ്റ് ദിവസം ഒരു ക്ലാസ് തുടങ്ങുന്നതൊക്കെ ദിവസം കോളേജിൽ പോകുന്നത്. ഞാൻ അങ്ങനെ തന്നെയാണ് പോയത്. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പം ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ ഒരു നോട്ട്ബുക്കുമായിട്ട് വന്നത്. അത് തന്നെ എനിക്കൊരു വലിയ ഡിഫറൻസ് ആയിരുന്നു കോളേജിൽ ചെന്നപ്പോൾ. സെറ്റായില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി പഠിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, നാട്ടിൽ ഞാൻ പഠിച്ച എല്ലാ കോളേജിലും ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അതായത് ലോങ് കുർത്ത ഇടണം, കുർത്ത ഇട്ടാൽ ലെഗിൻസ് ഇടാൻ പാടില്ല, ഇനി കുർത്തയാണെങ്കിൽ അതിൻ്റെ കൂടെ ഷോൾ ഇടണം, ഷോൾ ഇട്ടില്ലെങ്കിൽ സെക്യൂരിറ്റി ഗേറ്റ് കടത്തി വിടത്തില്ല, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പം വലിയൊരു ഡിഫറൻസ് ആയിരുന്നു. നമുക്ക് കോളേജിലേക്ക് എന്ത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാം. അതായത് പബ്ലിക്കലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള എന്ത് ഡ്രസ്സും കോളേജിൽ ഇടാം. ലെഗിൻസ് ഇട്ടാൽ കുഴപ്പമില്ല, ജീൻസ് ഇട്ടാൽ കുഴപ്പമില്ല, ജിമ്മിൽ ഇടുന്ന ഡ്രസ്സ് ഇട്ടാൽ കുഴപ്പമില്ല, ഷോർട്സ് ഇട്ടാൽ കുഴപ്പമില്ല, ബൈക്കർ ഷോർട്സ് ഇടുന്ന ആൾക്കാരുണ്ട്, എന്തും ഇടാം. അതൊരു ഹ്യൂജ് ഡിഫറൻസ് അല്ലേ? അതെ. ഒരു ഡിഫറൻസും കൂടെ എനിക്ക് തോന്നിയത്, നമ്മുടെ നാട്ടിൽ ഞാൻ മാത്സിൻ്റെ എക്സാംസ് ഒക്കെ എഴുതാൻ നേരത്ത് നമ്മൾ കോളേജിൽ ആദ്യമേ ചെയ്യുന്നൊരു കാര്യം എന്താ, ലൈബ്രറിയിൽ പോയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ബണ്ടിലിങ് എടുക്കും. അപ്പം നമ്മൾ ആ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ആ എക്സാം പാറ്റേണിനെ പറ്റിയൊക്കെ ഒരു ധാരണ കിട്ടത്തില്ലേ? ഇവിടുത്തെ എക്സാമിന് ഞാൻ ആദ്യം ചെന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചായിരുന്നു, ഞാൻ ഇവിടെ ചെന്നപ്പോൾ തന്നെ ഞാൻ ഇമെയിൽ അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലൈക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമെന്ന്. ഇവിടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തരത്തില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തരത്തില്ല എന്ന് മാത്രമല്ല, എക്സാം ഹാളിൽ കയറി കഴിയുമ്പോൾ നമ്മളൊരു കൺസെൻറ്റ് എഴുതി കൊടുക്കണം. നമ്മൾ ആ ക്വസ്റ്റ്യൻസ് പുറത്ത് പറയത്തില്ല, ഡിസ്കസ് ചെയ്യത്തില്ല, വേറെ പിള്ളേരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യത്തില്ല, അങ്ങനെ സാധനം തന്നെ എഴുതി കൊടുക്കണം. ഇവിടുത്തെ ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറോ പ്രീവിയസ് ക്വസ്റ്റ്യൻസോ ഒന്നും നമുക്ക് കിട്ടത്തില്ല. അതൊരു മേജർ ഡിഫറൻസ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. ഇങ്ങനെയാണ് ഞാനിന്ന് കോളേജിൽ പോകുന്നത്. ഇന്നിവിടെ തണുപ്പാണ്, ഇന്നിവിടെ -3 ഡിഗ്രിയാണ്. പക്ഷെ ഇതിൻ്റെ മേലോട്ട് ജാക്കറ്റ് ഇടും. അപ്പോൾ ഇനി പുറത്തിറങ്ങിയാൽ ഇതിൻ്റെ ഞാൻ എന്തായിട്ടെന്ന് കാണിക്കാൻ പറ്റില്ല, കാരണം എപ്പോഴും ഒരു ജാക്കറ്റ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഇപ്പോഴേ കാണിക്കാൻ ആകെ അവസരമുള്ളൂ. നാട്ടിൽ നിന്ന് ഇവിടെ പഠിക്കാൻ വന്നപ്പം എനിക്ക് തോന്നിയ വേറൊരു മേജർ ഡിഫറൻസ് ആണ്, നമ്മൾ അസൈൻമെൻറ്റ് വെക്കത്തില്ലേ? അസൈൻമെൻറ്റ് വെക്കുന്നതിൽ ഞാൻ നാട്ടിലെ APA ഫോർമാറ്റിലൊക്കെ അസൈൻമെൻറ്റ് ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് ലാസ്റ്റിലത്തെ പ്രൊജക്റ്റൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട സമയത്താണ്. അല്ലാത്ത ചെറിയ അസൈൻമെൻറ്റൊക്കെ നമ്മൾ പേപ്പറിൽ എഴുതി നമ്മൾ ടീച്ചറിൻ്റെ ടേബിളിൽ ഡെസ്കിൽ കൊണ്ട് വെക്കുകയല്ലായിരുന്നോ? ഇവിടെ വന്നപ്പം ഈച്ച് ആൻഡ് എവറി ചെറിയ അസൈൻമെൻറ്റ് പോലും നമുക്ക് APA ഫോർമാറ്റിൽ വെക്കണം. അതുപോലെ ഓരോ
സാധനങ്ങൾ നമ്മൾ അതിൽ എഴുതുന്ന കാര്യങ്ങളില്ലേ, അതിന് ലൈബ്രറിയിൽ നിന്ന് റെഫറൻസ് എടുത്ത് വേണം നമ്മളത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതൊരു ഭയങ്കര ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുപോലെ ടീച്ചേഴ്സ് അസൈൻമെൻറ്റ് വെക്കുന്നതിനകത്ത് ഓരോ ലൈൻസും അവർ നോക്കും. ഓരോ ലൈൻസ് നോക്കിയിട്ട് നമുക്കതിന് ഓൺലൈനിൽ തന്നെ ഫീഡ്ബാക്കും തരും. അപ്പം അസൈൻമെൻറ്റ് എഴുതുമ്പോൾ നമുക്ക് അതിനകത്ത് ഓരോ അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ ലെറ്റർ നമ്മൾ ഒരെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് പോലും നമുക്ക് മാർക്ക് പോകും. ഞാൻ ഇന്ന് എൻ്റെ യൂണിവേഴ്സിറ്റി പോകാമെന്ന് പറഞ്ഞില്ല. യൂണിവേഴ്സിറ്റി പോകുമ്പോൾ ഇവിടെ ഹൈവേയിൽ പോകുമ്പോൾ ഈ പാലം കണ്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം എന്താണെന്നോ, ഞാൻ സാധാരണ സബ്വേയിലാണ് പോകുന്നത്. എന്നെ എല്ലാ ദിവസവും കൊണ്ടുവിടുന്നില്ല. അപ്പോൾ സബ്വേയിൽ പോകുമ്പം ബാക്കി എല്ലാ സ്ഥലത്തു കൂടെ ഇരുട്ടത്തോടെയല്ലേ പോകുന്നത്. ആകെ ആ പാലത്തെ വരുമ്പോൾ മാത്രം ലൈറ്റ് ഉള്ളത്. അതാ പൊളിയല്ലേ. ഇവിടുത്തെ ക്ലാസ് നടക്കുന്ന ഓരോ ദിവസവും ഓരോ ബിൽഡിങ്ങിലാട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ക്ലാസ് നടക്കുന്ന ബിൽഡിങ് ഞാൻ ആദ്യമായിട്ട് പോകുക. ഇത് നമുക്ക് ഇവിടുന്ന് റെൻ്റ് എടുക്കാൻ പറ്റുന്ന സൈക്കിളാട്ടോ. ഞങ്ങൾ പണ്ട് ഇത് റെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു സൈക്കിൾ ഓടിക്കാൻ വേണ്ടി. പക്ഷെ അത് തിരിച്ചു കൊണ്ടാൻ വെക്കാൻ നേരത്ത് ഇത് കേട്ടോ, ഈ റാക്ക് ഫുള്ളായി. ഓക്കെ, ഈ റാക്ക് ഫുള്ളായി. അപ്പോൾ തിരിച്ചു വെക്കാൻ പറ്റത്തില്ലോ, തിരിച്ചു വെക്കാൻ സ്ഥലമില്ലല്ലോ. പിന്നെ നമ്മൾ ആ സൈക്കിളും ചവിട്ടി വേറെ സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് പിന്നെ പിരിച്ച് ബസ് കയറി വീട്ടിൽ വരേണ്ടി വന്നു. ഞാൻ ഇന്ന് പോകുന്ന എൻ്റെ യൂണിവേഴ്സിറ്റിയിലെ സ്ഥലം കാണിച്ചു തരാമേ. കണ്ടോ, ദ ഹാർട്ട് ഹൗസ്. ആ, നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കാൻ തുടങ്ങിയപ്പം എനിക്ക് തോന്നിയ വേറൊരു മേജർ ഡിഫറൻസ് ആണ് ലൈക്ക്